ഇന്ന് രാവിലെ നോക്കിയപ്പോൾ 25 ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഈ തെർമോസ്റ്റാറ്റിൽ കുറച്ച് സെറ്റിങ്സ് ഒക്കെ നടത്തിയിട്ടുണ്ട്. അത് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനായിട്ടും ആ വീഡിയോ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനായിട്ടും ഫസ്റ്റ് കമൻ്റായിട്ടും പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. ഇപ്പോൾ ഈ തെർമോസ്റ്റാറ്റ് നടത്തുന്ന കുറച്ച് ഇപ്പോൾ നമ്മൾ വാല്യൊക്കെ സെറ്റ് ചെയ്യുന്ന വീഡിയോ വേറൊരു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ എല്ലാവരും കണ്ടാലേ ഇത് ചെയ്യാവുള്ളൂ. ആ വീഡിയോ കാണാതെ ചെയ്തിട്ടൊരു കാര്യമില്ല. ഈ സാധനം നമുക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുമ്പോഴൊന്നും ആ വാല്യൂ ഇത് സെറ്റ് ചെയ്ത് കാണിക്കരുത്, നമ്മൾ തന്നെ സെറ്റ് ചെയ്യണം. ആ വീഡിയോ കാണാതെ ഇൻക്യുബേറ്ററിൻ്റെ വീഡിയോ കണ്ടിട്ടൊരു കുഴപ്പമില്ല. നമ്മൾ വീഡിയോയുടെ ലെങ്ത് കുറയ്ക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ആ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്താത്തത്. അപ്പോൾ അത് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്, ഫസ്റ്റ് കമൻ്റ് ആയിട്ടും ഉണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഇതുപോലൊരു വലിയ പെട്ടിയാണ്. ഇതിപ്പോൾ ഒരു വലിയ ബോക്സാണ്. ഇതിനകത്താണ് നമ്മളിപ്പോൾ ഇൻക്യുബേറ്റർ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഈ കാർഡ്ബോർഡ് പെട്ടിയുടെ സൈഡ് മൊത്തം ഒന്ന് കട്ട് ചെയ്ത് കളയണം. അതായത് ഈ മുകളിലോട്ട് പൊങ്ങി നിൽക്കുന്ന ഇതിൻ്റെ അടപ്പാണിത്. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്ത് കളയുക. ഇത് നമുക്ക് ആവശ്യമില്ല ഇതിന്. അപ്പോൾ നമ്മളിത് മൊത്തം ഒന്ന് കട്ട് ചെയ്ത് കളയുക. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ തെർമോക്കോൾ ബോക്സ് കാർഡ്ബോർഡ് ബോക്സ് നന്നായി കട്ട് ചെയ്ത് എല്ലാ സൈഡും ഒരേപോലെ കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഈ ഇൻക്യുബേറ്റർ ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത് വേറൊരു സാധനമാണ്. ഈ ഒരു 12 വാൾട്ട് DC അഡാപ്റ്ററിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫാനാണിത്. ഇതിപ്പോൾ നമ്മുടെ ഇൻഡക്ഷൻ കുക്കറിനകത്തുണ്ട്, നമ്മുടെ UPS അങ്ങനെ UPS അല്ല CPU-നകത്തുണ്ട്. ഇത് ഓരോ സാധനത്തെ ചൂട് കുറയ്ക്കാൻ വേണ്ടി ചൂട് സ്പ്രെഡ് ചെയ്യാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. CPU-കകത്തൊക്കെ ആണെങ്കിൽ അതിൻ്റെ പുറകിലായിട്ടൊരു ചെറിയ ഫാൻ കാണും, ആ ഫാനാണിത്. ഇൻഡക്ഷൻ കുക്കറിനകത്ത് അടിയിലായിട്ടൊരു ഫാൻ കാണും, അതാണിത്. ഇതിന് ഏകദേശം 50-60 രൂപ ഇപ്പോൾ വില വരുന്നുള്ളൂ. ഇതിപ്പോൾ ഞാനൊരു പഴയത് എനിക്ക് കിട്ടിയതാണ്. അപ്പോൾ ഇതിന് 2 വയർ പുറത്തോട്ട് നിൽക്കുന്നത്. അതിൽ ചുമപ്പ് വയറായിരിക്കും +12 വാൾട്ട്. ഇപ്പോൾ ഇവിടെ 2 വയറും ചുമപ്പാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇതേ കൊടുത്തിരുന്ന വയർ തിൻ വയറും ഒട്ടും ക്വാളിറ്റി ഇല്ലാത്തൊരു വയറായിരുന്നു. അപ്പോൾ ഞാൻ ആ വയർ മാറ്റി നല്ല ക്വാളിറ്റിയുള്ള വയർ ഇട്ടു. അപ്പോൾ നിങ്ങൾ വേണേൽ അങ്ങനെ ഇടണ്ട. ശരിക്കും ഈ സാധനം വാങ്ങിക്കുമ്പം ഇതൊരു ചുമപ്പും ബ്ലാക്കും വയർ മാത്രമേ കാണുള്ളൂ. ഞാൻ ആ വയർ മാറ്റി നല്ല വയർ ഇട്ടെന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് ആവശ്യമുണ്ട്. പിന്നെ ആവശ്യമുള്ളത് ഒരു ബൾബാണ്. ഇതിപ്പോൾ 100 വാട്ടായാലും 40 വാൾട്ടായാലും 60 വാട്ടായാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 40 വാൾട്ട് 60 വാൾട്ടിൻ്റെ ബൾബാണ്. പിന്നെ ഞാൻ പറഞ്ഞ നമ്മുടെ തെർമോസ്റ്റാറ്റ് വേണം. അതിൻ്റെ DC 12 വാൾട്ട് അഡാപ്റ്റർ. ഈ അഡാപ്റ്ററിനെ കുറിച്ച് ഞാൻ ആ വാല്യൂ സെറ്റ് ചെയ്യുന്ന വീഡിയോക്കകത്ത് പരിചയപ്പെടുത്തിയിരുന്നു. ഇതൊരു AC 110 മുതൽ 240 വരെ കറണ്ട് ഉള്ള ഒരു അഡാപ്റ്ററാണ്. DC 12 വാൾട്ട് 2 ആംപിയർ അഡാപ്റ്ററാണ്. ഇതിനും ഏകദേശം 200 രൂപ വില വന്നു. ഇത് ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഓഫ്ലൈനായിട്ട് പർച്ചേസ് ചെയ്തതാണ്. പിന്നെ ഇത് ഇപ്പോൾ ഇതിന് ഏകദേശം 200 രൂപ വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ അഡാപ്റ്റർ. ഇതല്ലാതെ നമുക്ക് വേറെ ഇവിടെ നമ്മുടെ സാധാ ഇലക്ട്രോണിക് ഷോപ്പിലൊക്കെ ചോദിച്ചാൽ കിട്ടും. ഇനി നമുക്ക് വേണ്ടൊരു ഹോൾഡറാണ്, സാധാ ഹോൾഡർ. ഇതാണ് നമ്മളിപ്പോൾ വാങ്ങിച്ചിരിക്കുന്ന ഹോൾഡർ. ഇതിപ്പോൾ ഞാൻ വാങ്ങിച്ചതൊന്നുമല്ല, എൻ്റെ വീട്ടിൽ ഇരുന്നൊരു ഹോൾഡറാണ്. ഇതിപ്പം ക്യാമറ ടൈപ്പ് ഹോൾഡർ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് നമുക്ക് അപ്പോൾ ഞാനിതിൻ്റെ ക്യാപ്പ് ഊരിക്കളഞ്ഞിരിക്കുകയാണ്. അത് ഞാൻ ചുമ്മാ അത് ഊരിക്കളഞ്ഞതാണ്. അതായത് ഇതിപ്പോൾ നമ്മൾ വയർ ടൈ ഇട്ടാണ് ടൈറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് നടക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഊരിക്കളഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് പരിപാടി സെറ്റ് ചെയ്യാൻ തുടങ്ങാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പിന്നെ എടുത്തിരിക്കുന്നത് ഒരു വയറാണ്, നമ്മൾ ഈ ഹോൾഡറിലേക്ക് കൊടുക്കാനുള്ള വയർ. പിന്നെ അതിൻ്റെ അറ്റത്തൊരു 2 പിൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 പിൻ സെറ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, വെറുതെ സെറ്റ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളെടുത്ത വയർ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമ്മൾ ഈ ഹോൾഡർ ഒന്ന് സെറ്റ് ചെയ്യാം. അതിനായിട്ട് നമ്മൾ നമ്മുടെ ഹോൾഡർ എടുക്കുക. അതിനുശേഷം നമ്മൾ ഇപ്പം വയറുമായിട്ട് കൊടുത്തിട്ട് വേണം സെറ്റ് ചെയ്യാൻ. അപ്പോൾ ഞാനിപ്പോൾ കൊടുക്കാതെയാണ് സെറ്റ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം ഇവിടെ നമ്മൾ ഹോൾഡർ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് ഞാനിപ്പോൾ സെൻട്രലായിട്ടാണ്, അതായത് ഒരു സൈഡിൻ്റെ സെൻട്രലായിട്ടാണ് ഹോൾഡർ സെറ്റ് ചെയ്യുന്നത്. ഞാനിട്ട് അവിടെ ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. ഒരു വയർ ഇറങ്ങാൻ പാകത്തിനുള്ള ഹോൾ, ചെറിയ ഹോൾ മതി.
ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഈ ഹോൾഡർ ഒരു നൈലോൺ ടൈ, അതായത് വയർ ടൈ വെച്ച് ലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വയർ ടൈ 3 വയർ ടൈ വെച്ചിട്ടാണ് ലൈറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ ബൾബ് ഇട്ട് നോക്കാം, സെറ്റാവാൻ നോക്കാം. ഇപ്പോൾ ഒരു കുഴപ്പമില്ല, നിലത്ത് മുട്ടുന്നില്ല. നമ്മൾ ഹോൾഡർ പിടിപ്പിക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, മാക്സിമം പൊക്കത്തിൽ കയറി ഹോൾഡർ പിടിപ്പിക്കുക. ഹോൾഡർ പിടിപ്പിച്ചിട്ട് ബൾബ് പിന്നെയും താഴ്ന്നു വരും. അപ്പോൾ പൊക്കത്തിൽ കയറി ഹോൾഡർ പിടിപ്പിക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് പിടിപ്പിക്കേണ്ടത് ഈ ഫാനാണ്, 12 വോൾട്ട് ഫാന്. നമ്മൾ ഈ ഫാന് പ്രത്യേകത ഉണ്ട്, ഇതിൻ്റെ പുറകിലാണ് കാറ്റടിക്കുന്നത്. ഫാനിൻ്റെ പുറകോട്ട് സൈഡിലോട്ട് കാറ്റടിക്കുന്നത്, മുമ്പിലോട്ട് കാറ്റടിക്കുകയില്ല. അപ്പോൾ നമ്മൾ ഇതിപ്പം ഇവിടെ നിന്നുള്ള ചൂട് ഇങ്ങോട്ട് അടിച്ച് വിടുന്നതിനാണ് നമ്മൾ ഈ ഫാൻ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് ഇവിടെ സെറ്റ് ചെയ്യണം. ഇവിടെ ഒന്നെങ്കിൽ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ സെറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്യാനാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഈ ലീഫ് ഈ ഫാൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇളക്കമൊന്നുമില്ല സെറ്റ് ചെയ്യുക. ഇപ്പോൾ ഞാനിവിടെ ചെയ്യുമ്പം ചെറിയ ഇളക്കമുണ്ട്. അപ്പോൾ നമ്മൾ അടിയിലും കൂടെ കൊടുക്കുക. ഇളക്കം ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഫാൻ കറങ്ങുമ്പം ഷേക്കില്ലാതെ കറങ്ങിക്കോളും. അപ്പോൾ ഇതിൻ്റെ കാറ്റ് സൈഡിലേക്കാണ് കിട്ടുന്നത്. പിന്നെ ഈ പുറകോട്ടുള്ള കാറ്റ് ചെയ്തിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ അറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് സെറ്റ് ചെയ്യേണ്ടത് ഈ തെർമോസ്റ്റാറ്റാണ്. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി, നമ്മൾ ഈ ഫാനിൻ്റെ ഇത് സെറ്റ് കൊടുക്കുന്നതും ഈ 12 വോൾട്ട് അഡാപ്റ്ററിൽ തന്നെയാണ്. ഈ അഡാപ്റ്ററിൽ തന്നെയാണ് നമ്മൾ ഫാനിൻ്റെ 12 വോൾട്ട് കൊടുക്കുന്നത്. അത് നമ്മൾ ഈ തെർമോസ്റ്റാറ്റിൻ്റെ ചുവപ്പ് വയറിൽ ഈ കെട്ടുള്ള, അതായത് ചുവപ്പ് വയറിൽ ഫാനിൻ്റെ ചുവപ്പ് വയറും ഈ തെർമോസ്റ്റാറ്റ് ഫാനിൻ്റെ ബ്ലാക്ക് വയറും കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതും സോൾഡർ ചെയ്ത് വെക്കാൻ പോവുകയാണ്. അതിനു മുമ്പായിട്ട് നമുക്ക് ഈ തെർമോസ്റ്റാറ്റ് ഇവിടെ നിന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ തെർമോസ്റ്റാറ്റ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് പുറത്താണ് സെറ്റ് ചെയ്യുന്നത്. ഇവിടെയൊക്കെ ആയിട്ടാണ് നമുക്ക് തെർമോസ്റ്റാറ്റ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ 4 വശത്തും ഹോളിട്ടതിന് ശേഷം നമ്മൾ നൈലോൺ ടൈ വെച്ചാണ് സെറ്റ് ചെയ്യുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നമ്മുടെ തെർമോസ്റ്റാറ്റ് ഈ ബോക്സിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നൈലോൺ ടൈ ഉപയോഗിച്ചാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഞാനപ്പോൾ നമ്മുടെ ഈ 12 വോൾട്ട് ഫാനിൻ്റെ വയറും ഈ തെർമോസ്റ്റാറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ ഈ 2 പ്ലോട്ടിൽ കൊടുക്കരുത്, പകരം നമ്മൾ തെർമോസ്റ്റാറ്റിലേക്ക് കണക്ഷൻ കൊടുത്ത പ്ലോട്ടിൽ തന്നെ ഫാനിൻ്റെ പ്ലോട്ടും കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ബൾബിൻ്റെ, അതായത് നമ്മൾ ബൾബ് നേരിട്ട് കറണ്ടിലേക്ക് കൊടുക്കുകയാണ്. അതിന് മുമ്പ് നമ്മുടെ ബൾബിൻ്റെ ഒരു വയറ്, അതായത് ഇത് 2 വയറുണ്ട്. ഇപ്പോൾ നമ്മൾ ഇവിടെ എത്തുന്ന രീതിയിൽ ഒരു വയറ് നമ്മൾ കട്ട് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഈ ബൾബിൽ നിന്ന് വരുന്ന, അതായത് നമ്മുടെ ഫിലമെൻറ്റ് ബൾബിൽ നിന്ന് വരുന്ന വയറിൽ ഒരു വയർ നമ്മൾ 2ആയിട്ട് മുറിച്ചു. അതായത് ഇപ്പോൾ നമ്മൾ മഞ്ഞയും പച്ചയുള്ള വയർ എടുത്തിരിക്കുന്നതിൽ നമ്മൾ മഞ്ഞ വയർ 2ആയിട്ട് മുറിച്ചു. എന്നിട്ട് ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ തെർമോസ്റ്റാറ്റിൽ K0 K1 എന്ന് പറഞ്ഞ 2 ഓപ്ഷനുണ്ട്. അപ്പോൾ നമ്മൾ ഈ വയറിൽ ഏതെങ്കിലും ഒരു വയർ K0യിലും ഒരു വയർ K1ലും കൊടുക്കുക. അപ്പോൾ അതാണ് നമ്മുടെ അടുത്ത പണി. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ചെയ്ത എല്ലാം ഒന്നുകൂടെ പറയാൻ പോവുകയാണ്. ഈ തെർമോസ്റ്റാറ്റ് നമ്മൾ ഒരു 12 വോൾട്ട് അഡാപ്റ്ററെ കൊടുത്തു. ആ അഡാപ്റ്ററെ കൊടുത്തതിൻ്റെ പ്ലോട്ടിൽ തന്നെ പ്ലസും മൈനസും നോക്കി നമ്മൾ 12 വോൾട്ടിൻ്റെ ഫാൻ കൊടുത്തു. പിന്നെ നമ്മുടെ ബൾബിൽ നിന്ന് വരുന്ന ഒരു വയർ 2ആയിട്ട് മുറിച്ച് അത് K0യിലും K1ലും കൊടുത്തു. പിന്നെ തെർമോസ്റ്റാറ്റ് സെറ്റ് ചെയ്യുന്ന വീഡിയോ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കാണും. പിന്നെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന നമ്മുടെ ഈ അളക്കുന്ന തെർമോമീറ്റർ, അതായത് ഈ തെർമോമീറ്റർ, ഈ വയറോട് കൂടിയ തെർമോമീറ്റർ നമ്മൾ ഈ ബൾബ് വെച്ചിരിക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് വെക്കുന്നത്. നമ്മളിവിടെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. ആ ഹോളിൽ കൂടെയാണ് നമ്മൾ ഇപ്പോൾ നമ്മുടെ ഈ തെർമോമീറ്റർ, അതായത് നമ്മൾ ടെമ്പറേച്ചർ അളക്കുന്ന സാധനം നമ്മളിപ്പോൾ ഒരു ഹോളിൽ കൂടെ പുറത്തെത്തിച്ച് ഈ ബോക്സിനകത്ത് എത്തിച്ചു. അപ്പോൾ നമ്മൾ ഇതിനകത്ത് മുട്ട വെക്കുന്നില്ല. നമ്മൾ ഇപ്പോൾ മുട്ടയൊന്നും ഇരിപ്പില്ല. നമ്മളിനി മുട്ട കുറച്ച് കഴിഞ്ഞിട്ട് വെക്കുന്നുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ ഈ വീഡിയോയുടെ പാർട്ട് 1 വീഡിയോയാണ്. നമ്മളിതിൻ്റെ പാർട്ട് 2 വീഡിയോ ചെയ്യുന്നതായിരിക്കും. നമ്മളിപ്പോൾ ഇത് നിന്ന് ഓണാക്കി കാണിക്കുന്നുണ്ട്. ഇപ്പോൾ സംഭവം ഞാൻ എന്താണെന്ന് പറയാം. 37.5 ഡിഗ്രി സെൽഷ്യസ്, അതായത് ആണ് മുട്ട വരികയാനായിട്ട് നമുക്ക് ആവശ്യമുള്ള ടെമ്പറേച്ചർ. അപ്പോൾ നമ്മൾ 34 ആകുമ്പോഴത്തേന് ഇപ്പോൾ നമ്മൾ ഈ ബൾബ് ഓൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. 39 നിങ്ങൾ ഇമാജിൻ ചെയ്യുക. 39 ആകുമ്പോഴത്തേന്
ഈ ബൾബ് ഓഫ് ആകും. അന്നേരം ടെമ്പറേച്ചർ താഴേക്ക് ഡിക്രീസ് ആകാൻ തുടങ്ങും. ആ സമയത്ത് 34 ആകുമ്പോഴേക്കും പിന്നീട് ബൾബ് വീണ്ടും ഓൺ ആകും. അത് 39 ആകുമ്പോൾ ഓഫ് ആകും. പിന്നെ 34 ആകുമ്പോൾ ഓൺ ആകും. അങ്ങനെ ഒരു തന്നെ ഓൺ ആവുകയും ഓഫ് ആവുകയും നടക്കുകയാണ് ഈ തെർമോസ്റ്റാറ്റ് വഴി നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമ്മളിപ്പോൾ ഇതിനകത്ത് ഇപ്പം ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ വെള്ളമൊക്കെ വെക്കണം. നമ്മൾ അതൊന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ നമ്മളിതിൻ്റെ പാർട്ട് 2 വീഡിയോയിൽ അതെല്ലാം ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇതിപ്പോൾ നമ്മൾ ഇൻക്യുബേറ്റർ ഉണ്ടാക്കുന്നത് മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഇതൊന്ന് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഞാനിപ്പോൾ നമ്മൾ ഇത് രണ്ടും കുത്തണം. നമ്മൾ 12 വോൾട്ട് അഡാപ്റ്ററും കുത്തണം. നമ്മുടെ ബൾബ് പോയേക്കുന്ന വയർ, ഇത് രണ്ടുമാണ് നമ്മൾ കറണ്ടിൽ കുത്തേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളെ കുത്തി കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് നമ്മുടെ തെർമോസ്റ്റാറ്റിൻ്റെ ഡിജിറ്റൽ സ്ക്രീനാണ്. ഇപ്പോൾ ഇവിടെ 38 ആകുമ്പോഴത്തേന് ഈ ബൾബ് ഇപ്പോൾ ഓഫ് ആകുന്നത് കാണാം നമുക്ക്. കണ്ടോ, ഇപ്പോൾ 38.0 ആയി ബൾബ് ഓഫായി. ഇപ്പോൾ ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരിക്കുന്നത് ആ ബോക്സിനകത്തുള്ള ടെമ്പറേച്ചറാണ് ഇപ്പോൾ കൂടുന്നത്. അല്ലാതെ ബൾബ് ഇപ്പോൾ ഓഫായിട്ടുണ്ട്. ഇനി ടെമ്പറേച്ചർ കുറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ടെമ്പറേച്ചർ കുറഞ്ഞ് 37.5 ഒക്കെ ആകുമ്പോഴത്തേന് ഇത് ബൾബ് പിന്നെ ഓൺ ആകും. അപ്പോൾ